കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചുവന്നുള്ളിയും പിന്നെ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേപ്പില ശരിക്കും വറ്റൽമുളക് അത് ഇട്ട് കൊടുക്കാറുണ്ട്, വറ്റൽമുളക് പൊടിച്ചത്. നമ്മളിപ്പോൾ മുളക് പൊടിയൊന്നും ഉപയോഗിക്കണം കേട്ടോ. ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ഇളക്കി കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ ഒട്ടുമിക്കവരൊക്കെ നാളികേരം ചേർക്കാറുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ നാളികേരം ഇട്ട് കൊടുക്കണം. അപ്പം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ ഫോൺ പിടിച്ചിട്ടുള്ളത്, അപ്പോൾ അത് കാരണമാണ് ഞാൻ കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ നാളികേരമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചിടണുള്ളതേ. ചിലപ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. അപ്പൂസ് അവിടെ കിടന്ന് കരയുണ്ടാവും. അമ്മ അവിടെ ഞാൻ ഉറക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി കൂട്ടട്ടെ. അപ്പോൾ എല്ലാം റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെണ്ടക്കായ ഇട്ട് കൊടുക്കുന്നത്. ചെറുതാക്കിയിട്ട് അരിഞ്ഞത്. അത് ഇവിടെ ഉണ്ടായതാണ് കേട്ടോ, വീട്ടിലുണ്ടായതാണ്. ബാക്കിലാണ് നട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്തായാലും ഒഴിവ് കിട്ടുമ്പോൾ. അപ്പോൾ വെണ്ടക്കായ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മൊത്തം ഒന്ന് ഇളക്കട്ടെ. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മൂടിയിടണം കേട്ടോ. കുറച്ച് നേരം മൂടിയിട്ട് ഇളക്കണം. അപ്പോൾ എന്നാലല്ലേ വേവുള്ളൂ. ആവിയിൽ വേവിക്കാം. ഇനി വെള്ളമൊന്നും ചേറാൻ പാടില്ല, ആകെ കുഴഞ്ഞു വരും. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ. ഞാൻ വെണ്ടക്കായ കഴുകിയിട്ട് തുടച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞുണ്ടായി. അത് ഇങ്ങനെ ചെറുതാക്കി, വട്ടനല്ല ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം അമ്മ വന്നിട്ട് ഒരു തണ്ട് ചീര കൊണ്ടുവന്നിരിക്കുക, ബാക്കിലുണ്ടായത് തന്നെ. അപ്പോൾ അത് ഇടാൻ പറഞ്ഞത് അങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മളപ്പോൾ വീട്ടിലല്ലേ കഴിക്കണം, അപ്പോൾ വീട്ടിലുണ്ടായത് തന്നെയല്ലേ. പുറത്തുനിന്ന് അങ്ങനെ അധികം പച്ചക്കറി മേടിക്കൽ കുറവാണ്. ഇവിടെ ഉള്ളത് തന്നെ മത്തങ്ങയൊക്കെ ഇവിടെ ഉണ്ടാവാറുള്ളത്. ഇളക്കട്ടെ. അപ്പോൾ അതേ വെണ്ടക്കായും ചീരയും കൂടിയിട്ടുള്ള ഉപ്പേരിയാണ് കേട്ടോ, നാളികേരം ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇട്ടോ. കമൻറ്റ് ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, ഞാൻ റിപ്ലൈ തരും കേട്ടോ. പ്രത്യേകിച്ച് രജനി ചേച്ചിയോട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.